പത്തനംതിട്ടയിലേക്ക് പോയാൽ പത്തനംതിട്ടയിൽ സ്കൂൾ കോമ്പൗണ്ടിൽ ആൽമരം കടപുഴകി വീണു. കൂടൽ സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മരം വീണത്. സ്കൂളിലെ അപകടകരമായ മരങ്ങൾ ഉടൻ മുറിച്ചു മാറ്റുമെന്ന് കോന്നി തഹസിൽദാർ അജേഷ് ജി റിപ്പോർട്ടറിനോട് പറഞ്ഞു. കടപുഴകി വീണ ആൽമരം അപകടാവസ്ഥയിലായിരുന്നുവെന്ന് അറിഞ്ഞിരുന്നില്ലെന്നും തഹസിൽദാർ കൂട്ടിച്ചേർത്തു. പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. പ്രവീൺ, ഇതിൽ ഈ PTA ഭാരവാഹികളൊക്കെ ജില്ലാ ഭരണകൂടത്തോട് നേരത്തെ തന്നെ ഇത് മുറിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. എപ്പോ വേനൽക്കാലത്ത് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. എന്നിട്ടും നടപടി ഉണ്ടാവാത്ത വിഷയത്തിലാണ് ആ മരം കടപുഴകി വീണത്. ആ സമയത്ത് കുട്ടികളില്ലാത്തത് കൊണ്ട് രക്ഷപ്പെട്ടു. കുട്ടികൾക്ക് ഈ ആൽമരത്തിന്റെ ചുവട്ടിലിരുന്ന് ക്ലാസ് പോലും എടുക്കുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണ് അവിടെ നിന്നും നൽകാനുള്ള വിവരം? പത്തനംതിട്ട കൂടൽ സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കോമ്പൗണ്ടിൽ നിന്ന് കൂറ്റൻ ആൽമരമാണ് ഇന്ന് പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിൽ കടപുഴകി വീണത്. ഇപ്പോൾ മരത്തിന്റെ ചില്ലകൾ ഉൾപ്പെടെ മുറിച്ചു മാറ്റിയിട്ടുണ്ട്. പുലർച്ചെയായതിനാൽ ഒരു വലിയ അപകടം ഒഴിവായി എന്ന് പറയാം. രാവിലെ സ്കൂൾ വിദ്യാർത്ഥികളൊക്കെ ഇവിടേക്ക് എത്തിയപ്പോഴാണ് ഈ കൂറ്റൻ മരം ഇങ്ങനെ വീണ് കിടക്കുന്നതായി കണ്ടത്. പ്രധാനപ്പെട്ട ഒരു പരാതി ഇപ്പോൾ ഉയർന്നിട്ടുള്ളത് സ്കൂൾ കോമ്പൗണ്ടിലെ അപകടകരമായിട്ടുള്ള മരങ്ങൾ മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് നേരത്തെ ജില്ലാ പഞ്ചായത്തിന് ഒരു പരാതി നൽകിയിരുന്നു. പക്ഷേ ആ ഒരു പരാതിയിന്മേൽ ക്രിയാത്മകമായിട്ടുള്ള നടപടി ജില്ലാ പഞ്ചായത്ത് സ്വീകരിച്ചില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഇവിടെ ഉണ്ടായതെന്ന ഒരു ആക്ഷേപമാണ് ഉയർന്നിരിക്കുന്നത്. 70 വർഷത്തിലധികം പഴക്കമുള്ള ആൽമരമാണ് ശക്തമായിട്ടുള്ള കാറ്റിൽ കടപുഴകി വീണത്. ഈ മരം വിശദമായി പരിശോധിച്ചപ്പോൾ PTA പ്രതിനിധികൾ പറയുന്നത് ഇതിൻ്റെ അടിവശം ദ്രവിച്ച അവസ്ഥയിലായിരുന്നു. പക്ഷേ അത് ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. മറ്റ് വൃക്ഷങ്ങൾ കൂടി ഈ സ്കൂൾ കോമ്പൗണ്ടിൽ അപകടകരമായ രീതിയിൽ നിൽക്കുന്നുണ്ട്. അതും മുറിച്ചു മാറ്റണമെന്ന ഒരു ആവശ്യം ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ കോന്നി തഹസിൽദാർ ഈ സംഭവസ്ഥലം സന്ദർശിക്കുന്നുണ്ട്. സർ, നേരത്തെ ഒരു പരാതി ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് സ്കൂൾ കോമ്പൗണ്ടിൽ നേരത്തെ മരങ്ങൾ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നുണ്ടായിരുന്നു. ജില്ലാ പഞ്ചായത്തിന് ഒരു പരാതിയൊക്കെ കൊടുത്തിരുന്നു. പക്ഷെ നടപടി സ്വീകരിച്ചില്ല എന്നൊരു പരാതിയാണ് ഉയർന്നിരിക്കുന്നത്. അല്ല, നേരത്തെ ഈ മരമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പരാതികളും ഇല്ലായിരുന്നു. പൊതുവേ മരങ്ങൾ ഈ സ്കൂളിന്റെ കോമ്പൗണ്ടിലുള്ള മരങ്ങൾ കുറച്ച് അപകടകരമായി നിൽക്കുന്നതെല്ലാം കെട്ടിയാൻ വേണ്ടി പഞ്ചായത്തിൽ നിന്ന് അതിന്റെ ട്രീ കമ്മിറ്റി കൂടിയതിനു ശേഷം നമുക്കത് അതാത് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് ആ ഡിപ്പാർട്ട്മെന്റുകളുടെ കോമ്പൗണ്ടിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റാനുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ വികസന സമിതിയിലൊന്നും ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വേറെ 2 മരങ്ങൾ കൂടി കോമ്പൗണ്ടിലുണ്ട്. നോക്കുന്നുണ്ട്. അപ്പോൾ അത് ഉടൻ തന്നെ അത് പഞ്ചായത്ത് കമ്മിറ്റിയിൽ നമ്മുടെ ട്രീ കമ്മിറ്റിയിൽ വെച്ചതിന് ശേഷം അത് അടിയന്തരമായിട്ട് മുറിച്ചു മാറ്റുന്നുള്ള നടപടി സ്വീകരിക്കും. ഫിറ്റ്നസ് പരിശോധിക്കാൻ വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടാറില്ലേ? ഉണ്ട്. ഫിറ്റ്നസ് പരിശോധിക്കുന്ന സമയത്ത് ഈ മരങ്ങൾ മുറിച്ചു മാറ്റാത്തതുകൊണ്ട് ഫിറ്റ്നസ് കൊടുക്കാത്ത സാഹചര്യങ്ങളുണ്ട്. പല സ്കൂളുകളിലും ഫിറ്റ്നസ് കിട്ടാത്തത് മരങ്ങൾ മുറിച്ചു മാറ്റാത്തതുകൊണ്ട് കിട്ടാത്ത സാഹചര്യങ്ങളുണ്ട്. ഇവിടെയുള്ള മറ്റ് 2 മരങ്ങൾ കൂടി മുറിച്ചു മാറ്റാനുള്ള നടപടി ഉടൻ ഉണ്ടാകും. അതെ, ഉണ്ടാവും. കൂടൽ സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കോമ്പൗണ്ടിലെ അപകടകരമായ രീതിയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റാനുള്ള നടപടി ഉടൻ എടുക്കുമെന്നാണ് കോന്നി തഹസിൽദാർ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഒരു വലിയ അത്യാഹിതം ഒഴിവായി എന്ന് പറയാം. ഇന്ന് അധ്യയനമുള്ള ദിവസമാണ്. ഒരുപക്ഷെ രാവിലെയാണ് ഈ മരം കടപുഴകി വീണിരുന്നതെങ്കിൽ വലിയ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമായിരുന്നു. ഏതായാലും അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ശരി, എന്തായാലും ആളപായം ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ കാര്യം. ഇനി നമുക്ക്